الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. ഫല്യുബല്ലിഗ് എന്ന 2025 സിയാസയുടെ കീഴിൽ നടക്കുന്ന ഈ ഫെസ്റ്റിൻ്റെ ഈ വേദിയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആഗതനായതിൻ്റെ ഉദ്ദേശം തിരുവസന്തം 15-ാം നൂറ്റാണ്ടിൽ എന്ന വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായി അല്പം സംവദിക്കാനാണ്. അതിനായി എനിക്ക് തൗഫീക്ക് നൽകിയ നാഥനെ ഞാൻ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഖൈർ വഫീ കുല്ലി മക്കാൻ. അന്ധകാര നിഗൂഢമായ ഒരു കാലഘട്ടത്തെ, ഒരു ഇരുൾ മൂടി കിടന്നിരുന്ന ഒരു കാലഘട്ടത്തെ സ്നേഹമെന്ന മഹാസാഫല്യം പഠിപ്പിച്ച ഒരു മഹത്തായ വ്യക്തിയാണ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളും കഞ്ചാവും മയക്കുമരുന്നുമെല്ലാം ആ കാലത്ത് എല്ലാവരും ഉപയോഗിച്ചിരുന്നതായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, നിങ്ങൾ മയക്കുമരുന്ന് പോലുള്ളവ ഉപയോഗിക്കരുത്. അന്ന് മക്കത്ത് നടന്നത് ഒരു കള്ളിൻ്റെ ഒരു പ്രളയമായിരുന്നു. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അൽ അമീൻ എന്ന് പേര് ലഭിക്കണമെങ്കിൽ ആ വ്യക്തി എത്രത്തോളം സത്യസന്ധനായിരിക്കണമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരിക്കൽ മക്കത്തൊരു പ്രളയമുണ്ടായി. അതിലൂടെ കഅബക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ച് ചെറിയ പൊട്ടുകളുമെല്ലാം സംഭവിച്ചു. അങ്ങനെ അത് അവിടെ പുനഃസ്ഥാപിക്കാൻ അവിടെയുള്ളവർ തീരുമാനിച്ചു. അങ്ങനെ പണിയെല്ലാം തുടങ്ങി. തന്നാലാവുന്ന സഹായമെല്ലാം എല്ലാവരും ചെയ്തു കൊടുത്തു. പണിയെടുക്കുന്നവർക്ക് ഭക്ഷണം, അതിനു വേണ്ടിയുള്ള കല്ല്, മണ്ണ്, അങ്ങനെയെല്ലാം എല്ലാവരും അതിലേക്ക് സംഭാവന ചെയ്തു. അങ്ങനെ പണിയെല്ലാം പൂർത്തിയായി. അവസാനമുണ്ടായിരുന്നത് ഹജറുൽ അസ്വദായിരുന്നു. അത് ആര് അതിൻ്റെ സ്ഥാനത്തേക്ക് വെക്കുമെന്ന് അവിടെ വാക്കുതർക്കമുണ്ടായി. അങ്ങനെ ഈ തർക്കം മൂർജിച്ചു വന്നു. അപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വയസ്സായ ഒരു ആൾ പറഞ്ഞു, ഈ മസ്ജിദിൻ്റെ വാതിലിലൂടെ ആരാണോ ആദ്യം കടന്നു വരുന്നത് അയാൾ തീരുമാനിക്കും ഇനി ഇവിടെ ആര് വെക്കണമെന്ന്. അങ്ങനെ എല്ലാവരും കാത്തിരുന്നു. അവസാനം ആ വാതിലിലൂടെ വന്നത് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങളെല്ലാം പറയുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഒരു ഷാൾ കൊണ്ടുവരാൻ പറയുകയും ചെയ്തു. അപ്പോൾ ഒരാൾ പോയി ഷാൾ കൊണ്ടുവരികയും അതിലേക്ക് ഹജറുൽ അസ്വദ് വെക്കുകയും ചെയ്തു. എന്നിട്ട് ഓരോ ഗോത്രത്തിലുള്ളവരെയും വിളിച്ചുകൊണ്ട് ആ ഷാൾ പിടിക്കാൻ പറയുകയും അതിനടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജറുൽ അസ്വദ് അതിൻ്റെ യഥാസ്ഥാനത്തേക്ക് വെക്കുകയുമായിരുന്നു ചെയ്തത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഏതൊരു പ്രശ്നം ഉണ്ടായാലും അതിനെല്ലാം അവിടുന്ന് അതിന് പറ്റിയ, അതിന് നല്ലതായ ഒരു പരിഹാരം ലഭിക്കുമെന്ന്. ഫല്യുബല്ലിഗ് ഷാഹിദൽ ഗൈബ എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ വെച്ച് ഒരു പ്രഭാഷണം നടത്തുന്നുണ്ട്. അന്ന് അവിടെ ഒരുമിച്ച് കൂടിയ സ്വഹാബിമാർ അത് അന്ന് ഏറ്റവും വലിയ ഒരു
പ്രഭാഷണ സംഘമായിരുന്നു. എന്നാൽ ഇന്ന് 15 നൂറ്റാണ്ടുകൾക്കിപ്പുറം ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതമായി ഇസ്ലാം വളർന്നിട്ടുണ്ടെങ്കിൽ അതിനൊരേ ഒരു കാരണം അത് അന്ത്യദൂതൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നാം എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യാഭ്യാസം, അതിനെല്ലാം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നബിയോടൊപ്പം ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Judges, please note code letter C on the stage. വേദി 3-ൽ സീനിയർ വിഭാഗത്തിന്റെ കോൺവെർസേഷൻ ഉറുദു മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 3-ൽ എത്തിച്ചേരുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അജ്മഈൻ. അമ്മാ ബഅദ്. നഅം സ്വറാ തുയ്ഫു മൻ നഹ്വാ ഫഅർഖനി വൽ ഹബ്ബു യതരിദു ലദ്ദാതി ബിൽ അലമീൻ. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം വളരെയധികം മഹത്വവും പ്രാധാന്യവും നൽകേണ്ട ഒരു സദസ്സിലാണ് ഇരിക്കുന്നത്. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്ന വേദി, മദ്ഹ് പ്രകീർത്തിക്കൽ, അത് പാടൽ, അതെല്ലാം പ്രതിഫലാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ദിക്റുൽ അംബിയാഇ മിനൽ ഇബാദ വ ദിക്റുസ് സ്വാലിഹീന കഫാറ എന്നാണ്. അമ്പിയാക്കളുടെ മഹത്വം പറയൽ പ്രതിഫലാർഹവും സ്വാലിഹീങ്ങളുടെ മഹത്വം പറയൽ ദോഷം പൊറുപ്പിക്കാനുള്ളൊരു കാരണവുമാണ്. ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. പ്രിയം നിറഞ്ഞവരെ, കാരുണ്യത്തിന്റെ കേദാരമായിട്ടുള്ള അഷ്റഫുൽ ഹൽക്ക് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം 1500 വർഷം നമ്മിലേക്ക് ആഗതമാവുകയാണ്. നമുക്കറിയാം, ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഒരു മനുഷ്യൻ എങ്ങനെയാണ് നടക്കേണ്ടതെന്നും കൃത്യവും വ്യക്തവുമായി ഹബീബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അന്ന് മക്കയിൽ കൊലയും അനാചാരങ്ങളും കൊടികുത്തി മാടിയിരുന്ന കാലത്തേക്കാണ് ഹബീബ് തീപ്പന്തം പോലെ മക്കയിലേക്ക് ആഗതനാകുന്നത്. എന്നിട്ട് അവിടെയൊക്കെ ഇസ്ലാം പ്രചരിപ്പിക്കുന്നുണ്ട്, ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നുണ്ട്. ലോകത്ത് ഒരുപാട് മതങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് സംഘടനകൾ വന്നിട്ടുണ്ട്, ഒരുപാട് മതങ്ങളും വന്നിട്ടുണ്ട്. അതെല്ലാം അധികകാലം അതിന് ആയുസ്സുണ്ടായിരുന്നില്ല. ഒന്നെങ്കിൽ ആ പ്രദേശത്ത് മാത്രം അത് നിലനിന്ന് പോകും, അഥവാ ഇനി ആ പ്രദേശത്ത് നിന്ന് പുറത്തു പോയാൽ തന്നെ അധികകാലം ആ മതം അവിടെ ഉണ്ടാവുകയില്ലായിരുന്നു. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം ഒരു പോയിന്റിൽ നിന്ന് ആരംഭിച്ച് അത് ലോകമൊട്ടാകെ അതിൻ്റെ പ്രകാശം പരന്നുകൊണ്ടിരിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവിടുത്തെ തിരുവനുചരന്മാർ അതിന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ലാലാ ലജ്പത് റായ് പറഞ്ഞു ഹബീബിനെ കുറിച്ച്, മതാചാര്യന്മാരിൽ വെച്ചും മതശ്രേഷ്ഠന്മാരിലും വെച്ചും എനിക്ക് ഏറ്റവും ഇഷ്ടം മുഹമ്മദ് നബിയാണ്. കാരണം അദ്ദേഹത്തെ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു, അതിനെനിക്ക് അശ്ലേഷം മടിയില്ല എന്നാണ് പറഞ്ഞത്. ഇക്കാലത്തും ഹബീബിനെ വിമർശിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ഹബീബിനെ ചേർത്ത് വെക്കുന്നവരുമുണ്ട്. ഓരോ മനുഷ്യ മനസ്സുകളിലും ഹബീബ് വജ്രം പോലെ തിളങ്ങുകയാണ്. 1500 വർഷം പിന്നിട്ടിട്ടും ഓരോ വർഷം കൂടുമ്പോഴും ഹബീബിന്റെ ജന്മദിനം നമ്മിലേക്ക് ആഗതമാകുമ്പോൾ നാം വളരെയധികം ആഘോഷമായി അതിനെ നടത്തുകയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഹബീബായ മുത്തുനബി തങ്ങളുടെ മൗലിദ് ഒരു സ്ഥലത്ത് വെച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ അത് വീടാകട്ടെ, മദ്രസകളാകട്ടെ, പള്ളികളാവട്ടെ, അങ്ങാടികളാകട്ടെ, അവിടേക്ക് അള്ളാഹുവിൻ്റെ റഹ്മത്തായ മലക്കുകൾ വന്നിറങ്ങി ആ പ്രദേശത്തുള്ള ആളുകളൊക്കെ റഹ്മത്ത് കൊണ്ട് മൂടുമെന്ന് ബഹുമാനപ്പെട്ട സുയൂത്തി ഇമാം നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാത്തിനും കാരുണ്യമാണ്. നമ്മുടെ മനുഷ്യപിതാവായിട്ടുള്ള ആദം അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. എന്നിട്ട് ആദം നബി ഇങ്ങനെ തൗബ ചെയ്യുന്നുണ്ട്. നീണ്ട 300 വർഷക്കാലമാണ് ആദം നബി തൗബ ചെയ്യുന്നത്.
അങ്ങനെ ഒരു മുഹറം 10 നജ്ജിനി ബിഹക്കി മുഹമ്മദിൻ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നുണ്ട്. മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് നീ എൻ്റെ തൗബ സ്വീകരിക്കണേ എന്ന്. അള്ളാഹു പറഞ്ഞില്ലേ, എന്നോട് തൗബ ചെയ്യൂ, ഞാൻ നിങ്ങളോട് തൗബ ചെയ്യൂ, എനിക്ക് തൗബ ചെയ്യുന്നവരുടെ ഇഷ്ടമാണെന്ന് അള്ളാഹു തന്നെ നമ്മോട് പറയുന്നുണ്ടല്ലോ. നജ്ജിനി ബിഹക്കി മുഹമ്മദിൻ, മുഹമ്മദിന്റെ ഹക്ക് കൊണ്ട് നീ എൻ്റെ തൗബ സ്വീകരിക്കണമെന്ന് മഹാനായ മനുഷ്യ പിതാവായിട്ടുള്ള ആദം അലൈഹിസ്സലാം പറയുകയാണ്. അള്ളാഹു പറയുന്നുണ്ട്, ഞാൻ നിന്റെ തൗബ സ്വീകരിക്കാം, പക്ഷെ മുഹമ്മദിനെ കുറിച്ച് നീ എങ്ങനെയാണ് അറിഞ്ഞതെന്ന് മഹാനായ ആദം നബി അലൈഹി സ്വലാമിനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, നീ എന്നെ പടച്ചപ്പോൾ ഞാൻ ആദ്യമായി അർശിലേക്ക് നോക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് അർശിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഹമ്മദിനെയാണെന്ന്. പ്രിയം നിറഞ്ഞവരെ, നമ്മുടെ മനുഷ്യപിതാവായിട്ടുള്ള ആദം അലൈഹിസ്സലാമിന് വരെ നമ്മുടെ നേതാവ് മുത്തുനബി തങ്ങളെ കൊണ്ട് അള്ളാഹു താല തൗബ സ്വീകരിച്ചെങ്കിൽ നാം എന്ത് ഭാഗ്യവാന്മാരാണ്. ഷഫാഅത്തിന് അധികാരം ലഭിച്ച ഒരേ ഒരു ഉമ്മത്ത് അത് നമ്മൾ മാത്രമാണ്. പ്രിയം നിറഞ്ഞവരെ, നാം പലപ്പോഴും ഹബീബിനെ മറന്നു പോകുന്നുണ്ട്. എന്നാലും ഹബീബിന് മാറോട് ചേർത്തണച്ച് വെക്കുന്നവരുമുണ്ട്. നിങ്ങളോട് പറയാനുള്ളത്, അവസാന കാലത്തും മരണത്തിന്റെ സമയത്തും ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മത്തിന് വേണ്ടി ജീവിച്ച ഹബീബാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഉമ്മത്തി ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ടും ഹബീബ് വഫാത്തായിട്ടുള്ളത്. ആ ഹബീബിന് നമുക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ, സമ്മാനം എന്താ എന്ന് വെച്ചാൽ, ഹബീബിന്റെ മേൽ സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മദ്ഹ് പാടാൻ അറിയുന്നവർ മദ്ഹ് പാടി ആ ഹബീബിനെ സന്തോഷിപ്പിക്കുക, എഴുതാൻ അറിയുന്നവർ എഴുതി ഹബീബിനെ സന്തോഷിപ്പിക്കുക, പറയാൻ കഴിവുള്ളവർ ഹബീബിനെ പ്രചരിപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ, സമയപരിമിതി കാരണത്താൽ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹ് ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശ്രദ്ധിക്കുക, വേദി 2-ൽ സീനിയർ വിഭാഗം ഇംഗ്ലീഷ് പ്രസംഗത്തിനുള്ള മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 2-ൽ എത്തിച്ചേരേണ്ടതാണ്. വേദി 3-ൽ ജൂനിയർ വിഭാഗത്തിന്റെ കോൺവെർസേഷൻ അറബിക് മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 3-ൽ എത്തിച്ചേരുക. വേദി 1-ൽ മത്സരം തുടരുന്നു. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ ഡി ഓൺ ദി സ്റ്റേജ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ മുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എൻ്റെ പ്രിയം നിറഞ്ഞ എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലാകാനായിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ച് തിരുവസന്തം 1500 എന്ന വിഷയവുമായി അല്പം നിങ്ങളുമായി സംവദിക്കാനാണ്. അതിനെ തുടർന്ന് സർവ്വലോക സൃഷ്ടാവിനാണ് സർവ്വസ്തുതിയും. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. പ്രിയമുള്ളവരെ, ലോകത്ത് ഒരുപാടധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള മതങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. ഒരുപാടധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള മതജ്ഞാനികൾ കടന്നു വന്നിട്ടുണ്ട്. ഒരുപാടധികം വ്യത്യസ്തങ്ങളായിട്ടുള്ള വിപ്ലവങ്ങളും വിപ്ലവകാരികളും കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ ഇവരൊക്കെ ഒരു കാലത്തിൻ്റെ പേരിൽ മാത്രം നിശ്ചയിക്കപ്പെട്ടതാണ്. എന്നാൽ ഇന്നും ജനങ്ങളുടെ മനസ്സുകളിൽ നിന്ന് മായാത്ത 15 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും അനുയായികൾ പദാനുപാതം പിന്തുടരുന്നൊരു നേതാവുണ്ടെങ്കിൽ അത് പ്രവാചക ശ്രേണിയിൽ അവസാന കണ്ണി അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമായിരിക്കും. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, തീർച്ചയായും അള്ളാഹു നിങ്ങളിലേക്ക് മുഹമ്മദ് നബി അയച്ചിട്ടുള്ളത് മുന്നറിയിപ്പുകാരനായിട്ടും സന്തോഷ വാർത്ത അറിയിക്കുന്നവനായിട്ടും അതുപോലെ നിങ്ങൾക്ക് സാക്ഷി നിൽക്കുന്നവരുമായിട്ടാണ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ അനുഭവത്തോടു കൂടി ജനങ്ങളിലേക്ക് ദീനിനെ ക്ഷണിക്കുന്ന ഒരു വിളക്കായിട്ടുമാണ്. അന്ധകാര നിപുണമായ ഒരു സമൂഹത്തിലേക്കായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു അയച്ചത്. ക്രിസ്താബ്ദം 570-ൽ മക്കയിലെ വ്യാപാരിയായിരുന്ന അബ്ദുള്ളക്കും ബായാമിനക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത്. വളരെയധികം സത്യസന്ധനും അതുപോലെ തന്നെ വിശ്വസനുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ചെറുപ്പത്തിൽ തന്നെ അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഒരിക്കൽ ഹജറുൽ അസ്വദ് അതിൻ്റെ സ്ഥാനത്ത് വെക്കുമെന്ന കാര്യത്തിൽ 4 വിഭാഗക്കാർ തമ്മിൽ തർക്കത്തിലായി. അങ്ങനെ അവസാനം അവർ പറഞ്ഞു, ഒരു തീരുമാനത്തിലെത്തി. ആരാണ് ഈ ഒരു മസ്ജിദുൽ ഹറാമിൻ്റെ പടിവാതിലിൽ ആരാണോ ഇതിൽ ആദ്യം കടന്നു വരുന്നത്, അവർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. അങ്ങനെ ആദ്യം അതിലേക്ക് കടന്നു വന്നത് ഹബീബുന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. ഇത് കേട്ടവർ വളരെയധികം സന്തോഷിക്കുകയും വളരെയധികം അൽ അമീൻ എന്ന്
വിജയാഹ്ലാദം മുഴക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, പിന്നീട് അങ്ങനെ 40-ാം വയസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നബൂവത്ത് ലഭിച്ചു. അങ്ങനെ ആദ്യമായിട്ടുള്ള പ്രബോധനത്തിന് വേണ്ടി ജബൽ അബീ ഖുബൈസിന്റെ മുകളിലേക്ക് അനന്തരബഹുമകരായ ഖുറൈശികളെ വിളിച്ചു കൂടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ അവരോട് ചോദിക്കുന്നുണ്ട്, ഈ മലയുടെ പുറകിൽ നിന്ന് ഒരു സംഘം നിങ്ങൾ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അത് വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതെ, ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദേ, കാരണം നീ ഇത്രയും കാലമായിട്ട് ഒരു കളവ് പോലും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ അൽ അമീനാണല്ലോ, ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുന്നിൽ ഏകനായ അള്ളാഹുവിനെ കുറിച്ചും പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ കുറിച്ചും അവർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷേ അവർ മറുപടി നൽകിയത് തബ്ബല്ലക യാ മുഹമ്മദ് അൽഹാദ ജമാഅത്തന എന്നാണ്. മുഹമ്മദേ, നീ ഇതിനാണ് ഞങ്ങൾ ഒരുമിച്ച് കൂട്ടിയതെന്ന്. പിന്നീട് 13 വർഷക്കാലം അവരുടെ കൊടിയമായ അക്രമങ്ങൾക്കും കൊടിയമായ പരീക്ഷണങ്ങൾക്കും കൊടിയമായ പീഡനങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയമായി. അങ്ങനെ അവസാനം കരൾ പറിച്ചെടുക്കുന്ന വേദനയോടുകൂടി മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലായനം ചെയ്തു. അങ്ങനെ മുസ്ലിം ലോകം അവിടെ വെച്ച് വളരുകയാണ്. അങ്ങനെ ആദ്യം ന്യൂനപക്ഷമായിരുന്ന മുസ്ലിം ലോകം പിന്നീട് ഭൂരിപക്ഷമായി. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷക്കാരായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല, ഇവിടെ ജീവിക്കാൻ സ്വാതന്ത്ര്യമില്ല, അവർക്ക് ഈ രാജ്യത്ത് പൗരത്വമില്ല എന്ന് പറയുന്നു. അവരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാനാണ് ഈ രാജ്യത്തെ BJPയും അതുപോലെ തന്നെ സംഘപരിവാർ സംഘടനകൾ ശ്രമിക്കുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1500 വർഷങ്ങൾക്ക് മുമ്പ് ന്യൂനപക്ഷക്കാരായിട്ടുള്ള ക്രിസ്ത്യൻ ഫാദർമാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സന്ധ്യ ചർച്ചയ്ക്കിടുകയും ലോക ചരിത്രത്തിൽ ആദ്യമായ സ്വഹീഫത്തുൽ മദീന, ദ മദീന ചാർട്ട് എന്ന് പറയുന്ന ഒരു ജനാധിപത്യത്തിന് തുടക്കമിടുകയും ചെയ്തു. ആ ജനാധിപത്യത്തിന്റെ ആദ്യത്തിൽ കാര്യം പറയുന്നുണ്ട്, ഉസ്വ, അതായത് മനുഷ്യത്വം. എൻ്റെ പ്രിയ ജനങ്ങളെ, അങ്ങ് ദൂരെ ഫലസ്തീനിൽ എത്രയെത്ര ജനങ്ങളാണ്, എത്രയെത്ര ആളുകളാണ് ഇസ്രായേലുകാരുടെ വെടിയുണ്ടകൾക്കും ഇസ്രായേലുകാരുടെ പട്ടിണികൾ കൊണ്ടും അതുപോലെ തന്നെ അക്രമങ്ങൾ കൊണ്ടും മരിച്ചു വീഴുന്നത്. ഇത് കണ്ട് കയ്യും കേട്ട് നോക്കി നിൽക്കുന്ന ഒരുപാടധികം മറ്റു രാജ്യങ്ങളെയും നമ്മൾ കാണുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂല് 1500 വർഷങ്ങൾക്ക് മുമ്പ് ഹജ്ജത്തുൽ വിദാഹിന്റെ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ മതസ്ഥരോടും സഹിഷ്ണുത കാണിക്കുക, എല്ലാ മതസ്ഥരോടും നല്ല രീതിയിൽ പെരുമാറുക, യുദ്ധം ഒഴിവാക്കുക, അത് പരിഹാരമല്ല, സമാധാനമാണ് എല്ലാത്തിനും പരിഹാരമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള ജനങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന പാത, നമ്മളോട് പറഞ്ഞു തന്ന മാർഗങ്ങൾ, നമ്മളോട് കാണിച്ചു തന്ന ഇൽമ് എന്ന് പറയുന്നത് അത് അന്നും ഇന്നും എന്നും ഒരു മനുഷ്യന് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കും. അത് ഉൾക്കൊണ്ട് ജീവിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ശ്രദ്ധിക്കുക, വേദി 3-ൽ കോൺവെർസേഷൻ അറബിക് ജൂനിയർ ഇനിയും റിപ്പോർട്ട് ചെയ്യാത്ത മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് വേദി 3-ൽ എത്തിച്ചേരേണ്ടതാണ്, അല്ലാത്ത പക്ഷം ക്യാൻസൽ ചെയ്യുന്നതായിരിക്കും. ജഡ്ജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ E on the stage. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. എൻ്റെ വേദിയിലിരിക്കുന്ന ഉസ്താദുമാരെ, എൻ്റെ മുമ്പിലിരിക്കുന്ന താലിം സുഹൃത്തുക്കളെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 1500-ാം ജന്മദിനത്തോടനുബന്ധിച്ചാണല്ലോ. നിങ്ങൾക്കറിയാമോ, 1500 വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇപ്പോൾ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിൽ നിന്ന് വഫാത്തായി പോയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിപ്പോഴും നമ്മുടെ മുമ്പിൽ നമ്മൾ കൊണ്ടു നടക്കുന്നു, മനസ്സിൽ കൊണ്ടു നടക്കുന്നു. തെക്ക് വടക്ക് ഭാഗത്തുകളിൽ നിന്നും ഓരോ സെക്കൻഡുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിനെ ബാങ്കിലും മധുകളിലും വാഴ്ത്തി പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചുള്ളപ്പോൾ തന്നെ അൽ അമീൻ എന്ന് നാട്ടുകാർ വിളിച്ചു. എന്തുകൊണ്ട്? സത്യസന്ധതയായിരുന്നു. മരണത്തോട് മല്ലടിച്ചു കിടക്കുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം പറയുമായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിനരികിൽ അള്ളാഹുവിൽ ഭൂമിയിലേക്ക് ചേർന്നുകൊണ്ട് തൻ്റെ നെറ്റിത്തടം
മണ്ണിൽ വെച്ചുകൊണ്ട് സുജൂദ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ജൂതന്മാർ വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ ഒട്ടകത്തിൻ്റെ കുടൽമാല കൊണ്ട് വന്ന് തള്ളി. അത് കണ്ട ഫാത്തിമ റളിയല്ലാഹു അൻഹയെ വളരെയേറെ വിഷമമായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ വന്നുകൊണ്ട് ആ കുടൽമാല അയച്ചു മാറ്റുകയും അത് പുഴയരികിൽ കൊണ്ടുപോയി അത് വൃത്തിയാക്കുകയും ചെയ്തു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ക്ഷമിച്ചു. ഒരു വഴിയരികിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഞ്ചരിച്ചു പോകുമ്പോൾ ശത്രുക്കൾ കല്ലെറിഞ്ഞു. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, രണ്ട് മലകൾക്കിടയിലൂടെ ഇടയിൽ വെച്ച് ഇവരെ ഞെരിക്കട്ടെ എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വേണ്ട, ഇതിലിനി ആരെങ്കിലും ഒരാൾ ഇനി വരുന്ന കാലത്തിൽ ഇസ്ലാം സ്വീകരിച്ചേക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൻ്റെ നാട്ടുകാർ സന്തോഷത്തോടെ പുകഴ്ത്തിയിരുന്നത്? മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുകയും സന്തോഷത്തോടെ എല്ലാവരോടും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. എല്ലാ പ്രയാസങ്ങളിലും സന്തോഷത്തോടെ നിന്നുകൊണ്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നു. നാളെ ജന്നത്തുൽ ഫിർദൗസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടെ നിൽക്കാൻ തൗഫീഖ് നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വഖറുദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് കോഡ് ലെറ്റർ എഫ് ഓൺ ദി സ്റ്റേജ്. ശ്രദ്ധിക്കുക, ഇത് കഴിഞ്ഞാലുടൻ സബ് ജൂനിയർ വിഭാഗത്തിൻ്റെ അറബി ഗാന മത്സരമാണ്. മത്സരാർത്ഥികൾ എത്രയും പെട്ടെന്ന് കോഡ് ലെറ്റർ സ്വീകരിക്കേണ്ടതാണ്. അറബി കവിത സീനിയർ വേദി 3 എത്തിച്ചേരുക മത്സരാർത്ഥികൾ. السلام عليكم ورحمة الله تعالى وبركاته. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുതാലിം സുഹൃത്തുക്കളെ, അഷ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന്റെ 1.5 സഹസ്രപാദം പൂർത്തിയാവുകയാണ്. അങ്ങ് ദൂരെ മക്കയിലെ കഅബാലയത്തിന്റെ ചാരത്തെ ആ കൊച്ചുകുടിലേക്ക് നോക്കി മണ്ണും വിണ്ണും ആഘോഷ നൃത്തമാടിയതിന്റെ ഓർമ്മകൾക്ക് 15 നൂറ്റാണ്ട് തികയുന്നു. ലോകത്ത് മണ്ണും മനുഷ്യരുമുള്ള എല്ലായിടങ്ങളിലും ആ പ്രവാചകന്റെ അനുയായികൾ എത്തിച്ചേർന്നു. മാനവ ചരിത്രത്തിലെ മഹാവിപ്ലവമായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനമെന്നും ലോകത്ത് മറ്റാർക്കും സൃഷ്ടിക്കാനാകാത്ത പരിവർത്തനങ്ങളാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചതെന്നുമുള്ള സംശയത്തിൽ ലോകത്ത് മറ്റാർക്കും സംശയമുണ്ടാവുകയില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം തന്നെ ജീവിതത്തിൽ ഒരു മുസ്ലിമിനു പുറമെ മറ്റേത് മനുഷ്യനും ജീവിതത്തിൽ പകർത്താൻ നിറയെ പാഠങ്ങളും സന്ദേശങ്ങളും നിറഞ്ഞതായിരുന്നു. സമൂഹത്തോട് പെരുമാറേണ്ട ശൈലി, ഇണകളോടും കുട്ടികളോടും പെരുമാറേണ്ട ശൈലി, ഒരേ സമയം അനുയായിയും നേതാവുമാകുന്നതിന്റെ ചിത്രം, കച്ചവടങ്ങൾക്കും കാർഷിക ആവശ്യങ്ങൾക്കും എങ്ങനെ നമ്മൾ ജീവിതം ഉപയോഗിക്കണം എന്നതിന്റെ മാതൃകകൾ, ഇങ്ങനെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കുന്നവർക്കെല്ലാം അവിടെ ധാരാളം പഠിക്കാനുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് മക്കയിലെ സമ്പന്നനായിരുന്നു. അബൂ താലിബും മറ്റു കുറച്ചു പേരും കൂടി ഒരു യാത്ര ഷാമിലേക്ക് ഉദ്ദേശിച്ചുകൊണ്ട് അവർ അവിടെ നിന്നും മക്കയിൽ നിന്നും പുറപ്പെടുകയാണ്. അവർ നേരെ പോകുന്നത് ഷാമിലേക്ക്. കുന്നുകളും മലകളും മരുഭൂമിയും ചുട്ടുപൊള്ളുന്ന വെയിലിലൂടെ മറികടന്നു വേണം പോകാൻ. അങ്ങനെ പോകുമ്പോൾ അനാഥനായി 12 വയസ്സുകാരനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒറ്റക്കാണല്ലോ എന്ന ചിന്ത അബൂ താലിബിന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ അബൂ താലിബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂട്ടി ഷാമിലേക്ക് യാത്ര കൂട്ടി
മറ്റു ചില കുട്ടികളും ഒപ്പം കൂട്ടിയിരുന്നു. ഇങ്ങനെ ഷാമിലേക്കുള്ള യാത്രയ്ക്കിടെ പെട്ടെന്നായിരുന്നു ഒരു വൻമരം ശ്രദ്ധയിൽപ്പെട്ടത്. ആ വൻമരത്തിന്റെ തണലിലേക്കായിരുന്നു സാധാരണ പോകാറ്. പക്ഷേ ഇന്ന് ധാരാളം ചുട്ടുപൊള്ളുന്ന വെയിലുള്ളതിനാൽ അവിടേക്ക് തന്നെ പോകാൻ തീരുമാനിക്കുകയും അവിടേക്ക് പോവുകയും ചെയ്തു. ആ ഒരു വൻമരത്തണലിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ജൂത പുരോഹിതന്റെ ആശ്രമവും ഉണ്ടായിരുന്നു. എന്നാൽ ഇവർ ആ മരത്തിനടുത്തെത്തുമ്പോഴേക്ക് പതിവ് തെറ്റി ആ പുരോഹിതൻ പുറത്തു നിന്ന് ഈ യാത്രാ സംഘത്തെ ധാരാളമായി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ യാത്രാ സംഘത്തിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് കാർമേഘം തണലിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. ഇത് ആ പുരോഹിതൻ തന്റെ വേദങ്ങളിലും മറ്റു ഗ്രന്ഥങ്ങളിലും അറിവുകളായി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ജൂത പുരോഹിതൻ ധാരാളമായി അവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവർ വൻമരത്തണലിൽ എത്തുകയും അവരോട് വിശ്രമിക്കാൻ വേണ്ടി വാഹനങ്ങളെ അവിടെ ഒതുക്കി നിർത്തി അവർ വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ ജൂത പുരോഹിതൻ പെട്ടെന്ന് ആശ്രമത്തിലേക്ക് പോയി. എന്നിട്ട് പരിചാരകരോട് പറഞ്ഞു, അവിടെ ഏറ്റവും ലഭ്യമായ വിഭവസമൃദ്ധമായ സദ്യ അവിടെ ഒരുക്കണമെന്ന്. അങ്ങനെ അവർ അവിടെ ഒരുക്കുന്ന സമയം ഈ ജൂത പുരോഹിതൻ അവിടെ വരികയും ചെയ്തു. ജൂത പുരോഹിതന്റെ പേര് ജർജീസ് എന്നായിരുന്നു. അവന് ബഹീറ എന്ന സ്ഥാനമായിരുന്നു പുരോഹിതന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നത്. ജർജീസ് ബഹീറ എന്നായിരുന്നു ഈ പുരോഹിതൻ അറിയപ്പെട്ടിരുന്നത്. ജർജീസ് ബഹീറ പുരോഹിതൻ അവിടെ നിന്നും അവരോട് ചോദിച്ചു, നിങ്ങളിൽ ആ 12 വയസ്സ് തോന്നിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതേ എന്ന് അബൂ താലിബ് മറുപടി നൽകി. ഉടനെ തന്നെ ഭക്ഷണം കഴിക്കാൻ അവരെ വിളിക്കുകയും അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോയി. എന്നാൽ ജൂത പുരോഹിതൻ ജർജീസ് ബഹീറ കുറച്ചു സമയം വേദങ്ങളിൽ നോക്കി അവന്റെ തെളിവുകളെല്ലാം ഓർമ്മയിൽ വച്ചു. അതെല്ലാം വായിച്ചെടുത്തതിനു ശേഷം വീണ്ടും അവർ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അങ്ങനെ ഒരാൾ കാണുന്നില്ല. പെട്ടെന്ന് യാത്രാ സംഘത്തിന്റെ നേതാവായ അബൂ താലിബിനോട് ചോദിച്ചു, നിങ്ങളിൽ ഇനി ആരെങ്കിലും ഭക്ഷണം കഴിക്കാൻ വരാത്തതുണ്ടോ? അബൂ താലിബ് പറഞ്ഞു, ഉണ്ട്. ചില കുട്ടികളും മുതിർന്നവരും ഭക്ഷണം കഴിക്കാൻ വന്നിട്ടില്ല. അവർ വാഹനങ്ങൾക്ക് കാവൽ നിർത്തുകയാണ്. പെട്ടെന്ന് ജർജീസ് ബഹീറ പറഞ്ഞു, അത് പറ്റില്ല, അവരും ഭക്ഷണം കഴിക്കാൻ വരേണ്ടതുണ്ട്, അവരാണ് എന്റെ ഉദ്ദേശം. അങ്ങനെ ജർജീസ് ബഹീറ പറഞ്ഞതനുസരിച്ച് അബൂ താലിബ് ജർജീസ് ബഹീറയുടെ പരിചാരകരെ കാവൽ നിർത്തി ആ കുട്ടികളെ എല്ലാം കൊണ്ടുവരുന്നു. കുട്ടികളെല്ലാവരും ആശ്രമത്തിന്റെ വാതിലിലൂടെ കയറുമ്പോൾ ആ 12 വയസ്സുകാരനായ ബാലൻ വാതിൽ കടക്കുമ്പോൾ ജർജീസ് ബഹീറ അവനോട് ചോദിച്ചു, നിനക്ക് ഏകദേശം എത്ര വയസ്സ് തോന്നിക്കുന്നു? നിന്റെ വയസ്സ് എത്രയാണെന്ന് ചോദിച്ചു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബൂ താലിബ് അവിടുന്ന് പറഞ്ഞു, അവന് 12 വയസ്സാണ്. ഉടനെ അബൂ താലിബിനോട് പറഞ്ഞു, ഈ മകനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കാരണം ഈ മകൻ വരുന്ന ഒരു ഭാഗത്ത് മാത്രം ഒരു കാർമേഘം തണലിട്ടുകൊണ്ടിരുന്നു. ദീർഘമായ ഭക്ഷണം, വിഭവസമൃദ്ധമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവരിരുന്നപ്പോൾ വീണ്ടും ജർജീസ് ബഹീറ അവരോട് ചോദിച്ചു, ഇവനോട് അടുത്ത ഇവന്റെ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അബൂ താലിബിന് നേരെ യാത്രാ സംഘത്തിലെ എല്ലാവരും ചൂണ്ടി. അപ്പോൾ ജർജീസ് ബഹീറ ചോദിച്ചു, ഇവനും നീയും തമ്മിലുള്ള കുടുംബ ബന്ധം എങ്ങനെയാണ്? പിതൃവ്യൻ പറഞ്ഞു, ഞാൻ അവന്റെ പിതാവാണെന്ന്. ജർജീസ് ബഹീറ പെട്ടെന്ന് തിരിച്ചു ചോദിച്ചു, ഇത്രയധികം തെളിവുകൾ വന്ന ഈ പ്രവാചകൻ, ഇത് ഉറപ്പാണ് ഒരു അന്ത്യപ്രവാചകനാണെന്ന്. പക്ഷേ ഈ പ്രവാചകൻ തന്റെ പിതാവിനെ നേരിൽ കാണുക പോലുമില്ല എന്നാണല്ലോ വേദഗ്രന്ഥങ്ങളിൽ ഞാൻ കാണുന്നത്. പെട്ടെന്ന് പിതൃവ്യൻ മറുപടി പറഞ്ഞു, ഞാൻ അവന്റെ സഹോദരപുത്രനാണ്, പിതാവല്ല. അതുതന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും എന്ന് പറഞ്ഞു. ജർജീസ് ബഹീറ അങ്ങനെയായിരുന്നു പ്രശസ്തനായിരുന്നത്. ഇത്രയധികം എല്ലാ വേദങ്ങളിലും പരാമർശിച്ച ഒരാളായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം നമ്മളെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വാഹിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതോടുകൂടെ സീനിയർ വിഭാഗത്തിന്റെ
പ്രസംഗം